പത്രത്തിൽ പ്രസിദ്ധീകരിച്ച LDF പരസ്യത്തിന്റെ ഉള്ളടക്കത്തെ തള്ളിപ്പറഞ്ഞ് ജിഫ്രി തങ്ങൾ. വിഭാഗീയതയിൽ ഇടപെട്ട് സമസ്ത നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മുസ്ലിം ലീഗ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുപ്രഭാതം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച LDF പരസ്യത്തിൽ വീഴ്ച പറ്റിയെന്ന് പത്രത്തിന്റെ ചെയർമാനും സമസ്ത അധ്യക്ഷനുമായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇത് പരസ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരത്തെ സ്വീകരിച്ച നിലപാടിന് വിഭിന്നമാണ്. പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പരസ്യം സമസ്തയുടെയും പത്രത്തിന്റെയും നയനിലപാടുകൾക്ക് നിരക്കാത്തതാണെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുവെന്നാണ് സമസ്ത അധ്യക്ഷൻ വ്യക്തമാക്കിയത്. പരസ്യം വലിയ വിവാദമാവുകയും മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് പത്രത്തിലൂടെയുള്ള ജിഫ്രി തങ്ങളുടെ വിശദീകരണം എന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാകുന്നു. പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ വലിയ വീഴ്ചയും ശ്രദ്ധക്കുറവും സംഭവിച്ചു. പത്രത്തിന്റെ നയമനുസരിച്ച് LDFന്റെയും UDFന്റെയും പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. എന്നാൽ പാലക്കാട് എഡിഷനിൽ ഇടതുമുന്നണിയുടേതായി അടിച്ചുവന്ന പരസ്യത്തിന്റെ ഉള്ളടക്കം നയനിലപാടുകൾക്ക് നിരക്കാത്തതാണെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അതേസമയം ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടതിനാൽ അവരെ വിളിച്ചുവരുത്തി ശാസിച്ചതായും താക്കീത് നൽകിയതായും ജിഫ്രി തങ്ങൾ വിശദീകരണത്തിൽ അറിയിച്ചു. അതേസമയം പത്രത്തിലെ ചില ജീവനക്കാരെ ശാസിച്ചതോടെ വിഷയം അവസാനിക്കില്ലെന്നാണ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നിലപാട്. LDF ആസൂത്രണം ചെയ്ത പരസ്യം നൽകാൻ കൂട്ടുനിന്ന പത്രത്തിലെ മാനേജ്മെന്റ് തലത്തിലുള്ളവർക്കെതിരെയാണ് നടപടി വേണ്ടതെന്ന കർക്കശ നിലപാടിലാണ് ലീഗ് അനുകൂലികൾ നിൽക്കുന്നത്. ജീവനക്കാർക്ക് മാത്രമായിട്ട് പത്രത്തിന്റെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവിനും മുസ്തഫ മുണ്ടുപാറയ്ക്കും പരസ്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നുമാണ് ലീഗ് അനുകൂല വിഭാഗം ആരോപിക്കുന്നത്. ഈ വിഭാഗത്തെ നേരിടാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധർ സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപവൽക്കരിച്ചത് വിവാദത്തിന് മറ്റൊരു മാനം നൽകി. അതിനിടെ പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപമാനിച്ച മുക്കം ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗവും മുസ്ലിം ലീഗ് നേതൃത്വവും ഉറച്ചു നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനാണ് ലീഗ് അനുകൂലികളുടെ തീരുമാനം. ഇതോടെയാണ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് പരസ്യത്തിൽ വീഴ്ച പറ്റിയെന്ന നിലപാടുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നത്. ഇരുവിഭാഗവും തമ്മിലുള്ള അനുരഞ്ജന നീക്കം നടക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി ഇരുവിഭാഗത്തെയും സമസ്ത നേതൃത്വം ചർച്ചയ്ക്ക് വിളിച്ചു. അടുത്ത മുഷാവറ യോഗത്തിന് മുമ്പായി ചർച്ച നടത്താനാണ് നേതൃത്വത്തിന്റെ നീക്കം. നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് നേതൃത്വം ഉറപ്പു നൽകിയിരിക്കുന്നത്. വിഷയം പരിഹരിക്കാൻ നേതൃത്വം ഇടപെട്ടതോടെ ലീഗ് അനുകൂല വിഭാഗം മലപ്പുറത്ത് നടത്താൻ നിശ്ചയിച്ച വാർത്താ സമ്മേളനം റദ്ദാക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ സമസ്തയിലെ തർക്കം വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിൽ മുസ്ലിം ലീഗ് നേതൃത്വവും പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുന്നുണ്ട്. പത്രത്തിൽ വന്ന LDF പരസ്യത്തിന്റെ ഉള്ളടക്കത്തെ സമസ്ത അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞതോടെ വിവാദ വിഷയത്തിൽ മഞ്ഞുരുക്കം ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടലിലാണ് അണികളും നേതാക്കളും.